നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ നൂറൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളും, നമ്മളിന്ന് നോക്കാൻ പോകുന്ന സബ്ജക്റ്റ് സാക്ഷികൾ എന്ന സബ്ജക്റ്റാണ്. ഈ സാക്ഷികൾ എന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ, ഒരു വിഷയത്തിൽ നമ്മൾ സാക്ഷിയായിട്ട് ആരെങ്കിലും ഉൾപ്പെടുത്തി പ്രസ്തുത വിഷയം ശരിയാണ് എന്ന് മറ്റൊരു സമയത്തിൽ നോക്കണമെങ്കിലും അത് സ്ഥിരീകരിക്കണമെങ്കിലും എടുക്കുന്ന ഒരു എഫേർട്ടാണ് സത്യത്തിൽ സാക്ഷികൾ എന്ന് പറയുന്നത്. ഇവിടെ തമ്പുനെയിൽ കാണിച്ചിരിക്കുന്നത് പോലെ എൻ്റെ വീടിന് ഞാൻ കൊടുത്ത പൈസ അട്ടിമറിച്ചു കൊണ്ടിരിക്കുന്ന മിസ്റ്റർ മുഹമ്മദ് അലി, അതുപോലെ മാധവൻ്റെ മകൻ മനു എന്നിവരൊക്കെ എത്ര അട്ടിമറിച്ചാലും അട്ടിമറിയാത്ത രീതിയിലുള്ള തെളിവ് പ്രസ്തുത തമ്പുനെയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ആദ്യം ഇവർ കൊണ്ടുവരുന്ന കൃഷ്ണദാസ് എന്ന് പറയുന്ന ചങ്ങാതിക്ക് 5 ലക്ഷം രൂപ വാങ്ങിക്കൊടുക്കുന്നത് മിസ്റ്റർ രഞ്ജിത്താണ്. മിസ്റ്റർ രഞ്ജിത്തിനെ കൊണ്ടുവരുന്നതാകട്ടെ മാധവൻ്റെ മകനും. തുടർന്ന് കൃഷ്ണദാസിൻ്റെ കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപ മേടിക്കുന്നുണ്ട്. അതായത് ഒരു തവണ 1 ലക്ഷം രൂപ, പിന്നെ ബില്ലില്ലാതെ 50,000 രൂപ, പിന്നെയും ബില്ലില്ലാതെ 2 ലക്ഷം രൂപ തറക്ക് കല്ലിടുമ്പോൾ മുഹമ്മദ് അലി സാക്ഷിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മുഹമ്മദ് അലി തന്നെ സാക്ഷിയായിട്ട് 2ാം പ്രാവശ്യം ഇവർ വിഷ്ണു എന്നൊരു മനുഷ്യനെ കൊണ്ടുവന്നിട്ട് എല്ലാ കൊണ്ടുപോയ പൈസയും കണക്കാക്കിയിട്ട് ക്ലിയറാക്കി 8.5 ലക്ഷം രൂപ എന്നത് കടലാസിൽ എഴുതിയതിന് ശേഷം 50,000 രൂപ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മുടെ മുഹമ്മദ് അലി മാധവന് വേണ്ടി നുണ പറയുന്നു എന്നുള്ള വിചിത്രമായ കാഴ്ചയാണ് പിന്നീട് കാണാൻ സാധിച്ചത്. തന്നെയല്ല, അവനിതൊന്നും അറിയില്ല എന്ന മട്ടിൽ ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കാൻ ഇവർ പിന്നീട് എന്ത് കൊടുത്തു മുഹമ്മദ് അലിക്ക് എന്നുള്ളതാണ് വിചിത്രമായ കാര്യം. 3 കൊല്ലമായിട്ടും ഇവർ കൊണ്ടുപോയ പൈസ ഇവർ കള്ളന്മാരാണെന്ന് വരുത്തി തീർത്തിരിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് മേടിച്ചു തരേണ്ടതിന് പകരം എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു രസകരമായ അവസ്ഥയാണ്. ചുറ്റുപുറത്തുള്ളവർക്കും അത് ഇഷ്ടമാണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാൻ കഴിയും. കാരണം അവർ നാണമില്ലാത്ത മനുഷ്യന്മാരാണ്. ഇപ്പോൾ വരുന്ന നോമ്പ് തന്നെ അവർ 24 ആക്കും എന്നാണ് പറയുന്നത്. കാരണം അവരിഷ്ടമാണ്. സാധാരണ 29 അല്ലെങ്കിൽ 30 ഒക്കെ കിട്ടുന്നതാണ്, അത് 24 ആക്കും. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. ഇവിടെ ഈ മുഹമ്മദ് അലി വഖഫായിട്ട് നമുക്ക് ഓരോരോ വിടുപണി ചെയ്യല്ലേ ചെയ്തത്. 56,000 റുപ്യ 57,000 റുപ്യോളം ഇവൻ തട്ടിയിട്ടുണ്ട്. തട്ടുവച്ചാൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കമ്മീഷനായിട്ട്. ഇവിടെ 3,12,500 രൂപയ്ക്കാണ് കച്ചവടം എന്നാണ് എൻ്റെ ഓർമ്മ. അത് അസി വന്നപ്പോൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. അതേ അസിയെ പിന്നെ ജനങ്ങളോടത് പറയാൻ അതേ അസി വിസമ്മതിക്കുകയും ചെയ്തു. എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ അർത്ഥം? ഞാനിവിടെ നിന്ന് ഇറങ്ങണമെന്നാണ് ഇവരുടെ ആഗ്രഹിച്ചാൽ ഇവർ കൊണ്ടുവന്നുള്ള വാർപ്പിൻ്റെ പണിക്കാരുടെ കയ്യിൽ നിന്ന് ഇവർക്ക് എപ്പോൾ കിട്ടുന്നോ പൈസ അപ്പം മേടിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. മറിച്ച് ഞാൻ ഇറങ്ങണമെങ്കിൽ ഞാൻ ചിലവാക്കിയ ഞാൻ കൊടുത്തിട്ടുള്ള പൈസ ഇവർ വേറെ സൈസിൽ തരേണ്ടതല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഞാൻ കൊടുത്ത പൈസ ടോട്ടൽ തട്ടാനുള്ള പരിപാടിയായിരുന്നു എനിക്ക് വീട് വെക്കാൻ വന്നിരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതിന് കൂട്ടുനിന്നിട്ട് മുഹമ്മദ് അലിയും അതുപോലെ അസീസും കൂട്ടുനിന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ശരി, വിചിത്രമായ ഒരു പരിപാടിയായിട്ടാണ് മാധവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റേഷനിൽ വെച്ചിട്ട് 5 ലക്ഷം രൂപ തരാം എന്ന് പറയുമ്പോൾ മിസ്റ്റർ മുഹമ്മദ് കുട്ടി കേസ് കൊടുക്കാനൊന്നും അറിയില്ല. കേസ് കൊടുക്കേണ്ടത് കൃഷ്ണദാസിനെതിരെ എന്ന് പറയുമ്പോൾ കൃഷ്ണദാസ് അല്ല പറമ്പിൻ്റെ ബാക്കി കാശ് കൊണ്ടുവന്നത്. അത്
മാധവനും മകനുമായിരുന്നു. അതായത് ആ കൊണ്ടുവന്നത് ബ്ലാങ്ക് ചെക്കായിരുന്നു. ആ ചെക്കിൽ എഴുതി തന്നതിൽ 1,07,750 കുറവ് കൃഷ്ണദാസും വിഷ്ണുവല്ലല്ലോ നികത്തേണ്ടത്. അപ്പോൾ കുറ്റവാളി ഇവിടെ കപ്പലിൽ തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് മുഹമ്മദ് കുട്ടി നീങ്ങിയുള്ളത്. അല്ലാതെ മുഹമ്മദ് കുട്ടി ആരും നീക്കം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ കണക്ക് മാധവൻ്റെ ഉള്ളവർക്ക് ചുറ്റുപാടത്തുള്ളവരും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ അധ്യാപകന്മാരാണ്. അപ്പോൾ ഇതാണ് കാര്യത്തിൻ്റെ കിടപ്പ്. നമ്മളൊരു വസ്തു വാങ്ങുമ്പോൾ ആ വസ്തുവിന് എത്ര പൈസ പറഞ്ഞിട്ടുണ്ടോ അത് അയാൾക്ക് കൊടുത്തിട്ട് അയാൾ പോണ വട്ടിൽ പോട്ടെ എന്ന് വിചാരിക്കേണ്ടതിന് പകരം ഇയാളുടെ മകൻ രഞ്ജിത്തിനെ കൊണ്ടുവന്നിട്ട് ഈ കാളപൂട്ട് നടത്തേണ്ട യാതൊരു ആവശ്യമില്ല. ഇവിടെ പണം വാങ്ങാൻ മാരാരും തല്ലുകൊള്ളാൻ ചെണ്ടയും എന്ന രൂപത്തിലാണ് ഇരിക്കുന്നത്. അല്ലാതെ ഇതിൽ രണ്ടിലും ഞാൻ അർഹനല്ല. കാരണം എനിക്ക് 6 മാസത്തിനകം വീട് വെച്ച് തരാം എന്ന് പറഞ്ഞിട്ടുള്ള കരാറാണ്. ഈ കരാർ തെറ്റി പിരിഞ്ഞതിന് ശേഷം 8% പലിശ കൊണ്ടുപോയ പൈസക്ക് തരാമെന്ന് രഞ്ജിത്ത് ഏറ്റിരുന്നു. അത് പിന്നെ അവൻ പറയുന്നില്ല. പകരം 18 ലക്ഷം രൂപയുടെ വീടാണ് ഞങ്ങൾ പറഞ്ഞത് എന്നാണ് പല ഭാഗത്തും അവൻ പറഞ്ഞിട്ടുള്ളത്. ഇവൻ പിന്നീട് ചെയ്തതെന്താ വെച്ചാൽ പോത്തനൂരുള്ള ഏതൊക്കെയോ മറ്റേ ടീമിനെ ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ട് ആദ്യം തന്നെ കളിയുള്ളതാണ്. ഇതിനെപ്പറ്റി എല്ലാ റിസൾട്ടും എനിക്ക് കിട്ടാൻ വൈകി എന്നതുകൊണ്ടാണ് ഇത്രയും എമൗണ്ട് വരെ കയ്യിൽപ്പെട്ടതെന്ന് ജനങ്ങൾ വിചാരിക്കരുത്. കാരണം ഇവർ എൻ്റെ അയൽവാസിയാണ്. ഇവർ പിന്നെ എന്നോട് പറയുന്ന പോലെ ഞാൻ ചെയ്തു. എനിക്ക് വീട് വെക്കാൻ ഏതായാലും ഒരു ടീമിന് ഞാൻ പൈസ കൊടുക്കില്ല. അപ്പോൾ പിന്നെ ഇവരുടെ കൈ കൊണ്ട് വീട് വെക്കുകയാണെങ്കിൽ അത് അവർക്ക് വല്ല ലാഭം ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നത്, വേറെ കള്ളന്മാരതാണ്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് ഒരു മാനേജർ പൈസ കൊടുത്തു എന്നിരിക്കട്ടെ. അപ്പോൾ ആ പൈസയുമായിട്ട് ബസ്സിൽ കയറിപ്പോയപ്പോൾ അയാളെ പോക്കറ്റടിച്ച് പോയി. വീണ്ടും ബാങ്കിൽ നിന്നിട്ട് അത് ഇപ്പം നിങ്ങൾ തന്ന പൈസ ഉണ്ടല്ലോ അത് പോക്കറ്റടിച്ച് പോയി. പകരം തന്ന പൈസക്ക് അത്രയും ഇനി വല്ല മാർഗങ്ങളും നിങ്ങൾ കാണണമെന്ന് ബാങ്കുകാരനോട്. ഞാൻ അതേസമയം ഞാൻ ബാങ്കുകാരനാണ്. കാരണം ഞാൻ പൈസ അവർക്ക് കൊടുത്തു കഴിഞ്ഞു. പിന്നെ എൻ്റെ മുന്നിൽ വന്നിട്ട് അവനെ പിടികൂടാനുള്ള എല്ലാ കേസും ഫയലും ഒക്കെ ഞങ്ങൾ തന്നെ ചെയ്തോളാം. ഇതൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ എന്തൊക്കെയോ അപകടം മണത്തിട്ട് തന്നെയാണ് ഞാൻ ഒഴിഞ്ഞു മാറിയത്. ഇതിൻ്റെ ഒന്നും ആവശ്യം അവിടെ ഉദിക്കുന്നില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ വിഡ്ഢിയാക്കാനാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ സത്യസന്ധത നേടാനാണ് ഈ കോടതിയിൽ പോയിരിക്കുന്നതെന്ന് ജനങ്ങൾക്ക് തോന്നുമെങ്കിലും ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ കോടതി എന്നതിലേക്ക് പോകുമ്പോൾ അപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഈ 8.5 ലക്ഷത്തിൻ്റെ പുറമെ 50,000 രൂപയും ചേർത്ത് 9ഉം പറമ്പും അട്ടിമറിച്ച 1 ലക്ഷത്തി ചില്ലാൻ പൈസയും പെട്ടെന്നൊന്നും തരേണ്ട ആവശ്യം വരുത്തിക്കുന്നില്ല. അപ്പോൾ അവരുടെ അവർ തന്നെ നടത്തുന്ന കമ്പനിക്ക് വേറെ എവിടുന്നും പൈസ ശേഖരിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും നാണം കെട്ട ഒരു ഇടപാട് ഈ ഒരു മനുഷ്യരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ പമ്പര വിഡ്ഢികളോട് ചെയ്യേണ്ട ഏർപ്പാടുകളാണ്. ഇത് ബുദ്ധിയുള്ളവരോട് ചെയ്യേണ്ട യാതൊരു ഏർപ്പാടും ഇതിൽ കാണുന്നില്ല. എന്തായാലും ശരി, ആളുകളോടും നുണ പറഞ്ഞിട്ട് ഇവർ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ മുസ്ലിങ്ങൾ നുണ പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്തെങ്കിലും ഒരു കാര്യം വേണം. നമ്മൾ എന്ന് പറഞ്ഞാൽ തെറ്റുകൾ ചെയ്യാതിരിക്കാനാണ് മനുഷ്യർ ശ്രദ്ധിക്കുക. അല്ലാതെ തെറ്റ് ചെയ്തവൻ്റെ കൂടെ തെളിവ് മൂടി വെക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഭയങ്കര കുറ്റകൃത്യമാണ്. ഈ മുഹമ്മദ് അലി പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ ഒരക്ഷരം മിണ്ടാതെ നിന്നു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. കാരണം ഞാൻ സാക്ഷിയാണ് സാറേ, ഇവരുടെ കയ്യിൽ നിന്ന് ഈ കണ്ട പൈസ ഒക്കെ മേടിച്ചുകൊണ്ടിട്ട് ഇവർ കൊണ്ടുവന്ന പാർട്ടിക്കാർ ഇവർക്ക് വീടൊന്നും വെച്ച് കൊടുത്തില്ല. അത് ശരിയാവാതെയാണ് ഇപ്പോൾ ഈ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇവൻ പറഞ്ഞില്ല. പിന്നെ പൊതുജനങ്ങൾ ചോദിക്കുമ്പോഴും ഇവനൊന്നും പറയുന്നില്ല. ഈ കൂറനെ മിണുങ്ങിയ പൂച്ചയുടെ പോലെ ഒരു അഭിനയം. എന്തായാലും ശരി, ഞാൻ ഇതിൽ നിന്ന് ഇവരിൽ നിന്നൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ പ്രതീക്ഷിച്ചില്ല. ഇതിപ്പോൾ ആളിനെ പറ്റിക്കാൻ ആർക്കാണ് സാധിക്കാത്തത്?
ഇരുട്ടിലൊരാൾ പതുങ്ങി നിൽക്കുക നമ്മൾ അടിക്കാം. നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഇതിനാണ് ചതി എന്ന് പറയുന്നത്. ചതി, അല്ലെങ്കിൽ ആദ്യം തന്നെ ഞാൻ ആ ഭാഗത്തു കൂടെ വരും എന്നുള്ള സ്ഥിരമായ ഒരു അറിവിൻ്റെ മിസ്യൂസ്ഡ് ഇതാണത്. അല്ലെങ്കിൽ എനിക്ക് വീട് വെക്കണം എന്നുള്ള കാര്യങ്ങൾ എങ്ങനെ ഇവരെ പണിക്കാരറിഞ്ഞു? ഞാൻ അവരെ തേടി പോയിട്ട് എൻ്റെ കയ്യിൽ പൈസ ഉള്ള വിവരം എങ്ങനെ വിഷ്ണുവും രഞ്ജിത്തും അറിഞ്ഞു? അല്ല, രഞ്ജിത്തല്ല, മറ്റേ കൃഷ്ണദാസ്. അതൊന്നും ചോദിക്കാനുള്ള ബുദ്ധിയും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണ് ഈ ചുറ്റുപാടത്തുള്ളവരെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇത് ആർക്കും മനസ്സിലാവാത്ത ഗൂഢമായ നീക്കമാണ് എന്നുള്ളത് ഞാൻ ഇവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. പക്ഷെ ഞാനത് മനസ്സിലാക്കിയെടുത്തിട്ട് സിമ്പിൾ ഇതാണ്. മാധവൻ ഈ 6 മാസത്തിൻ്റെ ഉള്ളിൽ വീട് വെച്ച് നൽകി ഇറങ്ങിയാൽ മതി എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നീങ്ങിയപ്പോൾ തന്നെ കള്ളൻ കപ്പലിലാണ് എന്നുള്ള ബോധ്യം നമുക്ക് മനസ്സിലായി. കാരണം ആ കൃഷ്ണദാസ് നിങ്ങൾ കൊണ്ടുപോയ പൈസ ഒക്കെ കൊണ്ടുപോയി പെട്ടെന്ന് ഇറങ്ങാൻ നോക്കുക. മനസ്സിലായില്ലേ? ഇനി മുതലിൻ്റെ അതെങ്ങനെ നിൻ്റെ മുതലാവുക? പകുതി പൈസ എന്നിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ട് ചതിച്ച് എന്നാണ് പിന്നെ കേസ് വരിക. അപ്പോൾ കേസിനെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ തുറാട്ടിലെ രഞ്ജുവിത്തിനെ കുട്ടി കൊണ്ടുവന്നിട്ട് അവന് ഏത് ഏമ്പോക്കിക്കുണ്ടായാലും ശരി, അതങ്ങനെയാണ് വരിക. അതൊക്കെ പൊട്ടന്മാരോട് പറയേണ്ട കേസാണ്. അപ്പോൾ ആ ചാടിക്കളി കണ്ടപ്പോൾ തന്നെ ഞാനത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങായിരുന്നത്. മനസ്സിലായി? അല്ലാതെ മറ്റൊരു പൈസ കൊണ്ടുപോയി എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയാൽ എനിക്ക് വാങ്ങാനറിയാം. വേറെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വാങ്ങുക തന്നെ ചെയ്യും. പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ല. എന്നോട് കൊടുപ്പിച്ചത് രഞ്ജിത്താകയാൽ രഞ്ജിത്ത് പൈസ എപ്പോൾ കൊണ്ടുവരുന്നോ ആ പൈസ മാധവൻ സ്വീകരിച്ച് എനിക്ക് തന്നാൽ പ്രശ്നം തീർന്നു. അതല്ല, അതിൻ്റെ മുമ്പ് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ വേറെ പൈസ കണ്ടെത്തിക്കോളാം. അതല്ല, പൈസ തീരെ ഇല്ലാത്ത കഷ്ടപ്പെടുകയാണ് മാധവൻ വെച്ചാൽ 19,45,000 രൂപ മാത്രമാണ് ഈ അസീസും അതുപോലെ മുഹമ്മദ് അലിയും എന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ. പിന്നെ അതിനാണ് വേറെ കണക്ക് ജനങ്ങൾക്ക് ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് അലി 22 ലക്ഷം ആദ്യം, പിന്നെ ഒരു 14 ലക്ഷം. അപ്പോൾ ഓന് പിന്നെ തൊട്ടടുത്തുള്ള പറമ്പ് കൂടി കച്ചവടാക്കിയിട്ടുണ്ടായിരിക്കാം. കാരണം എൻ്റെ വീട് ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ 9 സെൻറ്റേ ഉള്ളൂ. ഒരു 1/2 സെൻറ്റ് സ്ഥലം അവരുടെ വഴിയായിട്ട് എനിക്ക് തന്നടക്കം 9.5 എന്നുള്ളതിന് 3,12,500 രൂപ പ്രകാരം കണക്ക് കൂട്ടുമ്പോൾ ഇവർ ഈ പറഞ്ഞ എമൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എത്രമാത്രം തെറ്റാണെന്നുള്ള ബോധ്യമില്ലാത്ത പൊട്ടത്തരം ജനങ്ങളോട് വിളിച്ചു പറയുമ്പോൾ കള്ളു കുടിച്ച് നടക്കുന്നുണ്ടോ അതോ ഭ്രാന്തുണ്ടോ എന്നാണ് ഞാൻ. എനിക്ക് ഭ്രാന്താണെന്നാണ് അവൻ പറയുന്നത്, മുഹമ്മദ് അലി. അതായത് ഈ കണക്ക് പറയുന്ന ആൾക്ക് ഒരു ഭ്രാന്തുമില്ല. ആദ്യം 22 ലക്ഷം തന്നു, പിന്നെ 14 തന്നു. അപ്പോൾ എത്രയായി? 36. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ കണക്കാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. എനിക്ക് തരാനുള്ള പൈസ ടോട്ടൽ 10 ലക്ഷം രൂപയാണ്. ഇത് കിട്ടിയല്ലാതെ ഇതിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പരിപാടിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് എല്ലാവർക്കും നന്ദി.